ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഒരു 6:30 തുടങ്ങിയ റെയ്ഡല്ലേ? 6:30, 7:30, 8:30, 9:30, 10:30 ആവാൻ പോകുന്നു. 4 മണിക്കൂറിലേക്ക് റെയ്ഡ് കടക്കുകയുമാണ്. ഷഫീദ്, ഏതൊക്കെ മേഖലകളിൽ ആരുടെയൊക്കെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുന്നു? ചോദ്യം ചെയ്യലിനപ്പുറം അടുത്ത നടപടി എന്നതിലേക്ക് ഇന്ന് കടക്കാനിടയുണ്ടോ ഷഫീദ്? ഹഷ്മി, ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് ഇന്ന് കടക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്ക് ഇ ഡിയുടെ അവരുടെ ഒരു ഫോമാറ്റ് നമുക്കറിയാം. സാധാരണഗതിയിൽ അത്തരം റെയ്ഡുകൾ നടത്തിയ ഒരു രേഖകളടക്കമുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട രേഖകളടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച ശേഷം വീണ്ടും ആ ചോദ്യം ചെയ്യൽ ആവശ്യമാണെങ്കിൽ തൊട്ടടുത്ത ദിവസത്തേക്ക് ആ ചോദ്യം ചെയ്യൽ അതിന് അവസരം കൊടുക്കും. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ സമയം ആവശ്യപ്പെട്ടാൽ അതിന് അവസരം കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്വാഭാവികമായും പിണറായി വിജയൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം മാറിയതിനു ശേഷം അദ്ദേഹം ഈ ബേക്കറി ജംഗ്ഷനിലെ അദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് മാറിയിരുന്നു. ആ വാടക വീട്ടിലാണ് ഇന്ന് രാവിലെ 6:10 ആ ഇ ഡി സംഘം എത്തുന്നത്. കേന്ദ്രസേനയുടെ സുരക്ഷ അതടക്കമുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ എത്തിയത്. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പിണറായി വിജയൻ, അതേപോലെ ഭാര്യ, മകൾ വീണ വിജയൻ, അവരുടെ മകൻ, കൊച്ചുമകൻ എന്നിവർ മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അന്നേരം മുതൽ തുടങ്ങിയിട്ടുള്ള പരിശോധനയും ചോദ്യം ചെയ്യലുമാണ്. വീണ വിജയനെയാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇതിൽ നമുക്കറിയാം ഈ CMR കമ്പനിയുമായി ബന്ധപ്പെട്ട് എക്സാലോജിക് സൊല്യൂഷൻസ് നടത്തിയിട്ടുള്ള ഏതാണ്ട് 1 കോടിയിലധികം രൂപയുടെ ഇടപാടുകളുടെ രേഖകളടക്കമുള്ള കാര്യങ്ങൾ അതാണ് പ്രധാനമായും ഇ ഡി വിവരമായി തേടുന്നത്. ഇന്നലെയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട അനുമതി, ഇ ഡി അന്വേഷണത്തിലുള്ള അനുമതി കൊടുക്കുന്നത്. മാത്രമല്ല അതിനെ അടക്കം എതിർത്ത മുകൾ കോടതിയിലേക്കടക്കം പോകാനുള്ള സമയം അത് CMRലടക്കം തേടിയെങ്കിലും ആ രീതിയിലുള്ള ഒരു നീക്കം നടന്നില്ല. അതിന് പിന്നാലെ ഒരൊറ്റ രാത്രി തികയും മുൻപ് പിണറായി വിജയന്റെ വീടുകളിലടക്കം സംസ്ഥാനത്തിനകത്ത് ഏതാണ്ട് 12ഓളം കേന്ദ്രങ്ങളിൽ റെയ്ഡ് ആരംഭിക്കുകയായിരുന്നു. അത് ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്, അതേപോലെ തന്നെ വീണ വിജയന്റെ മുൻ മാനേജറുടെ ശ്രീകാര്യത്തെ വീട്, ഇവിടങ്ങളിലാണ് തിരുവനന്തപുരത്ത് രണ്ടിടത്ത് പരിശോധന നടത്തുന്നത്. ഒപ്പം നമുക്കറിയാം ഈ CMRലുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ, അവരുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഓഫീസുകൾ, പ്രത്യേകിച്ച് അവരുടെ CFOയുടെ ഓഫീസ്, അതേപോലെ തന്നെ CJMന്റെ ഓഫീസ്, അവിടങ്ങളിലടക്കം പരിശോധന നടക്കുകയാണ്. ബാംഗ്ലൂർ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഓഫീസിലും പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട SFIക്ക് അടക്കം വീണ വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ചില മറുപടികൾ നൽകിയിരുന്നു. പക്ഷേ ആ മറുപടി അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണമെന്നുള്ളതാണ് ഇ ഡി നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രേഖകളടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ സാമ്പത്തിക വിവരങ്ങളുടെ ഇടപാടുകളുടെ വിവരങ്ങളും ഈ ഇ ഡി സംഘം തേടിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും റെയ്ഡ് ആരംഭിച്ചത് മുതൽ ആ വീടിന് പുറത്തേക്ക് ആരും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ CPM നേതാക്കളും CPM പ്രവർത്തകരും ബേക്കറി ജംഗ്ഷനിലെ വീടിന് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് ജോൺ ബ്രിട്ടാസ്, അതേപോലെ തന്നെ ബിനീഷ് കൊടിയേരി അടക്കമുള്ള ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ വേട്ടയാടൽ എന്ന പ്രതിരോധം അത് CPM ഉയർത്തുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനമായും കണക്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കണ്ടതിന് ശേഷമുള്ള നീക്കം എന്ന രീതിയിൽ ഷഫീദ്, ഇപ്പോൾ ഈ പല കേസുകളിൽ ഇപ്പം ഡൽഹി കോടതിയിലടക്കം പല രേഖകൾ ഇതിനോടകം വന്നിട്ടുണ്ട്. ശരിയാണ്, ഈ പറയുന്ന കാതലായ പല ചോദ്യങ്ങൾക്കും അപ്പോഴും ആ രേഖകളും ഉത്തരമില്ല എന്നിരിക്കലും ഇതിനോടകം തന്നെ കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടല്ലോ ഷഫീദ്. അപ്പോൾ ഇത്രയും 4 മണിക്കൂറോളം നീളുന്ന ആ റെയ്ഡിൽ അത്ര വലിയ രേഖകൾ പിടിച്ചെടുക്കാനുണ്ട് എന്നാണോ ഇ ഡിയുടെ ഭാഷ്യം ഷഫീദ്? ഇതിൽ ഹഷ്മി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, CMRലും എക്സാലോജിക് സൊല്യൂഷൻസും നടത്തിയിട്ടുള്ള ഒരു സാമ്പത്തിക ഇടപാട് 1 കോടിയധികം 1.7 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടിൽ നേരത്തെ തന്നെ SFIക്കടക്കം ആ രേഖകൾ കൈമാറി എന്നുള്ളതായിരുന്നു വീണ വിജയനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും എക്സാലോജിക് സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട രേഖകൾ ആളുകൾ പറഞ്ഞിരുന്നത്. മാത്രമല്ല ഈ കോടതി വ്യവഹാരങ്ങളടക്കം കൃത്യമായി രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ രേഖകളില്ലാതെ നടത്തിയ ഇടപാടുകളല്ല. പക്ഷേ ആ സർവീസ് എന്ത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് വ്യക്തത കുറവുണ്ടായിരുന്നത്. മാത്രമല്ല SFIയുടെ പരിശോധനയടക്കം നിർണായകമായ CMRലുമായി ബന്ധപ്പെട്ട ഡയറി അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ഇ ഡി ഇക്കാര്യത്തിൽ ഈ PMLA വകുപ്പ് പ്രകാരം അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതെങ്ങനെ ഉൾപ്പെടുത്തുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കോടതിയിൽ പ്രധാനമായും നടന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇ ഡി പരിശോധിക്കുന്നത് ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഇടപാടുകളിൽ നേരത്തെ SFIO സംശയിച്ചിട്ടുള്ള ദുരൂഹതകൾ അത് ഏതെങ്കിലും തരത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ ക്ലിയർ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇ ഡി പരിശോധിക്കുന്നത്. ഏതായാലും മണിക്കൂറുകൾ പലത് പിന്നിട്ടു ഈ ഇ ഡി പരിശോധന. അല്പസമയം മുൻപ് പ്രതികരിച്ച CPM നേതാക്കളടക്കം അക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് വീണ വിജയൻ അവരാണ് പ്രതിയെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനെയും അതേപോലെ 15 വയസ്സിന് താഴെ പ്രായമുള്ള കൊച്ചുമകനെയും ഒക്കെ വീട്ടിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. രാഷ്ട്രീയമായി കൂടി CPM ഇതിനെ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്താനാണ് നിലവിൽ ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ റെയ്ഡ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ CPM പ്രവർത്തകർ എത്തിയതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് BJP ഡീൽ അല്ലെങ്കിൽ കോൺഗ്രസ് BJP ഒത്തുകളി അടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ
രാഷ്ട്രീയമായി ഉന്നയിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുകയാണ്. ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ്. പിണറായി വിജയൻ എന്ന നേതാവിനെയും CPM-നെയും രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതിരോധം അത് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ അവർ ഉയർത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ, അത് ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്കത് മനസ്സിലായത്. ഇത് ED കൂട്ടുകെട്ടാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയമടക്കം ഉയർത്തിയായിരുന്നു ജോൺ ബ്രിട്ടാസും ഇക്കാര്യത്തിൽ പ്രതിരോധം ഉയർത്തി. അദ്ദേഹം പറഞ്ഞത് ED കേസുകളുടെ കൺവിക്ഷൻസ് അല്ലെങ്കിൽ ED കേസുകൾ കണ്ടക്ട് ചെയ്യുന്നത്, പിന്നീട് അതിന്റെ റിസൾട്ട് അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിൽ പോലും വലിയ ചർച്ചയാണ്. രാഷ്ട്രീയ എതിരാളികളെ ആ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് അവരെ നേരിടാനുള്ള നീക്കം അത് BJP ചില ഒത്തുകളിയുടെ ഭാഗമായി നടത്തുന്നതെന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തലും വിമർശനവും രാഷ്ട്രീയമായി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ട റെയ്ഡ് അത് നടക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ് ആ റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. കേന്ദ്രസേനയിലെ വനിതാംഗങ്ങളടക്കമുള്ള ആളുകൾ അവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. വീണ വിജയനെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രേഖകളെ സംബന്ധിച്ചതും എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ വിവരങ്ങൾ തേടുകയായിരിക്കും ED ലക്ഷ്യം വെക്കുക. ഹഷ്മി, ഉറപ്പായും EDയുടെ കൺവിക്ഷൻ റേറ്റ്, EDയുടെ പരിതാപകരമായ തുച്ഛമായ കൺവിക്ഷൻ റേറ്റ്, ED എടുക്കുന്ന കേസുകളിൽ പ്രതിപക്ഷ നേതാക്കളുടെ പേരുകളുടെ നീണ്ട നിര ഒക്കെ അടക്കമുള്ള കാര്യങ്ങൾ, EDക്കെതിരായ വളരെ ട്രഡീഷണലായ പരമ്പരാഗതം, ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിന് ശേഷമുള്ള EDക്കെതിരായ വളരെ പരമ്പരാഗതമായ രാഷ്ട്രീയ ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ, അത് CPM മാത്രമല്ല അത് കോൺഗ്രസും എല്ലാ കാലങ്ങളും ആരോപിക്കുന്നതാണ്. പാർലമെന്റിലടക്കം അതിന്റെ പല കണക്കുകൾ ഒക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത് വീണ്ടും ചർച്ചയാക്കാൻ തന്നെയാണ് CPM-ന് തീരുമാനം. അത് രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക എന്നുള്ളതിന്റെ ആദ്യപടി അത് തന്നെയാണ്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന CMR എന്ന് പറയുന്ന കരിമണൽ ബിസിനസ് നടത്തുന്ന, കേരളത്തിന്റെ പരിസ്ഥിതിക്ക് യോജിക്കാത്ത ഒരു കമ്പനി നടത്തുന്ന ഒരാളുടെ കയ്യിൽ നിന്നും നാടിന്റെ പരിസ്ഥിതി മന്ത്രി ആയിരുന്ന ഒരാളുടെ മകൾ എന്തിന് 1.72 കോടി രൂപ ചെയ്യാത്ത സേവനത്തിന് വാങ്ങി എന്ന വളരെ ധാർമ്മികമായൊരു ചോദ്യം അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ഇപ്പോഴും ക്ലാരിറ്റിയുള്ള മറുപടി കേരള സമക്ഷമില്ല, പാർട്ടി നേതാക്കളുടെ സമക്ഷമില്ല എന്നത് യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ വ്യാപകമായ റെയ്ഡിനെ അത് രാഷ്ട്രീയ വേട്ടയാണ്. അത് VD സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയി കണ്ടതിന് ശേഷമുള്ള നീക്കങ്ങളാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ CPM പറയുന്നു. ഇന്നലെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ ഹർജി തള്ളിക്കൊണ്ട് CMR-ലെ ഹർജി തള്ളിക്കൊണ്ട് അന്വേഷണമായി മുന്നോട്ടേക്ക് പോകാം എന്ന് EDക്ക് ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നത്, EDക്ക് ഒരു ബ്ലാങ്ക് ചെക്ക്, ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഈ പറയുന്ന വലിയ റെയ്ഡുകൾ, 4 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന വലിയ റെയ്ഡുകൾ ഉണ്ടാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.